സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ കർണാടക ഹൈക്കോടതിയിൽ നിന്നും നീതി ലഭിച്ചില്ല എന്ന പരാതിക്കാരൻ കേസിൽ തെളിവുകൾ നൽകിയിരുന്നു. പ്രശസ്തിക്ക് വേണ്ടിയല്ല പരാതി നൽകിയതെന്നും കേസിൽ അപ്പീൽ പോകാൻ ആവശ്യമായ സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നും പരാതിക്കാരൻ പറഞ്ഞു. ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും എവിഡൻസ് എല്ലാം കൊടുത്തതുകൊണ്ട് ഓഫ് കോഴ്സ് നമുക്ക് ജസ്റ്റിസ് ഉണ്ടാവും. പിന്നെ സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗം കേൾക്കാൻ പ്രോസിക്യൂഷൻ ആരും എന്നെ വിളിച്ചിട്ടോ ആരും ഒന്നും പറഞ്ഞിട്ടോ ഒന്നുമില്ല. പിന്നെ ഞാൻ കേൾക്കുന്നത് ഹൈക്കോടതി തള്ളി എന്നാണ്. അത് കേൾക്കുമ്പോൾ മാനസികമായിട്ടുള്ള ഒരു വിഷമം. കാരണം ഇതിൻ്റെ പിന്നിൽ നടക്കുമ്പോൾ ഒബിയസ്ലി ഇന്ന് എൻ്റെ കരിയറിന് പോലും ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫ്, എൻ്റെ ഫാമിലി എല്ലാം എവറിത്തിങ് വാസ് ഡിസ്ട്രോയിഡ്. അപ്പോഴും ഞാൻ കരുതുന്നത് ഫൈനലി ഇതിനൊരു റീപ്ലൈ കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ജസ്റ്റിസ് കിട്ടും എന്നുള്ള ഒരു ഇതിലാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രമ്യ ദാസ് ചേരുന്നു. രമ്യ, ഈ മൊഴികളിൽ അവ്യക്തത എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ഇനി ഈ കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണോ പരാതിക്കാരൻ പറയുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്? തീർച്ചയായും ലക്ഷ്മി പത്മ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പീഡനക്കേസ് നൽകിയ ഈ യുവാവിന്റെ കേസ് റദ്ദ് ചെയ്ത നടപടിയായിരുന്നു കർണാടക ഹൈക്കോടതി കൈക്കൊണ്ടിരുന്നത്. അതായത് ഈ ഇദ്ദേഹത്തിന്റെ മൊഴികൾ വൈരുദ്ധ്യങ്ങളുണ്ട്, അടിസ്ഥാനരഹിതമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ കേസ്, ഈ രഞ്ജിത്തിനെതിരെയുള്ള ഈ പീഡന കേസ് റദ്ദാക്കിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരൻ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് കോടതിയിൽ നിന്നും തനിക്ക് നീതി ലഭിച്ചില്ല, നൽകേണ്ട ആവശ്യത്തിനെല്ലാ തെളിവുകളും താൻ കോടതിയിൽ നൽകിയിരുന്നു. കൂടാതെ തന്നെ ഈ ആവശ്യത്തിനായി ഈ കേസുമായി ബന്ധപ്പെട്ട് ദുബായിൽ നിന്നാണ് താൻ 3 തവണയോളം ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ വന്നത്, ബാംഗ്ലൂരിൽ ഈ കേസിന്റെ ആവശ്യത്തിന് വന്നത്. പക്ഷെ ഇതെല്ലാം താൻ നൽകിയിട്ടും തനിക്ക് നീതി ലഭിച്ചില്ല. കർണാടക പോലീസിൽ നിന്നും ഇത്തരത്തിൽ തൃപ്തികരമായ ഒരു പെരുമാറ്റമായിരുന്നില്ല തനിക്ക് ലഭിച്ചിരുന്നത്. അതിനാൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അതിനാവശ്യമായ പണവും അതുപോലെ തന്നെ പിൻബലവും തനിക്കില്ല. അതുണ്ടെങ്കിൽ മാത്രമാണ് ഈ കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് കഴിയുള്ളൂ. ഇത്തരത്തിൽ ഈ കേസ് നൽകിയതിനെ തുടർന്ന് തന്നെ സാമ്പത്തികമായും അതുപോലെ തന്നെ കുടുംബപരമായും ഒരുപാട് പ്രശ്നങ്ങൾ താൻ അഭിമുഖീകരിക്കേണ്ടി വന്നു. അതിനാൽ തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഇത് മാധ്യമങ്ങളിലൂടെ സമൂഹം അറിയണം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ന് ഈ യുവാവ് മാധ്യമങ്ങളെ കോഴിക്കോട് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മി.